മനുഷ്യൻ ചൊവ്വയിലേക്ക് പേടകങ്ങൾ അയക്കുന്ന കാലത്തും നമ്മുടെ നാട്ടിൽ ജാതിയുടെ പേരിൽ മനുഷ്യനെ അകറ്റി നിർത്തുന്ന ക്രൂരത തുടരുകയാണ്. ഒഡീഷയിലെ കേന്ദ്രപാര ജില്ലയിൽ നിന്നുള്ള വാർത്ത വായിച്ചിട്ട് അതാണ് ആദ്യം മനസ്സിൽ വന്നത്. അംഗൻവാടിയിൽ ഹെൽപ്പറായി ധർമ്മിഷ്ഠ സേത്തി എന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ നിയമിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ആ അംഗൻവാടി അടഞ്ഞുകിടക്കുകയാണ്. അവർ അവിടെ ജോലി ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് ഗ്രാമവാസികൾ തങ്ങളുടെ കുട്ടികളെ അംഗൻവാടിയിലേക്ക് അയക്കുന്നില്ല എന്ന് മാത്രമല്ല, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും നൽകുന്ന പോഷകാഹാരങ്ങൾ പോലും വാങ്ങാൻ അവർ തയ്യാറാകുന്നില്ല. ഒരു ദളിത് സ്ത്രീ തൊട്ട ഭക്ഷണം വേണ്ട എന്നാണ് അവരുടെ തീരുമാനം. ആ സ്ത്രീയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. താൻ ഈ ഭൂമിയിൽ ജനിക്കേണ്ടവൾ ആയിരുന്നോ എന്ന് പോലും അവർക്ക് തോന്നാം. അങ്ങനെ തോന്നിയാൽ പോലും അവരെ തെറ്റ് പറയാൻ കഴിയില്ല. കുട്ടികൾക്ക് അറിവും ഭക്ഷണവും നൽകേണ്ട ഒരിടം ജാതിവെറിയുടെ പേരിൽ നിശ്ചലമായിരിക്കുകയാണ്. അധികൃതർ പലതവണ ചർച്ചകൾ നടത്തിയിട്ടും ഗ്രാമവാസികൾ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ അധികൃതർ ഇത് സർക്കാരിന്റെ നിയമമാണ്, ഇതിങ്ങനെ തന്നെ നടക്കണമെന്ന വാശിയിലുമാണ്. അതിനെ ഒരിക്കലും വാശിയെന്ന് പറയാൻ കഴിയത്തില്ല. അതാണ് ശരിക്കും നടക്കേണ്ടത്. നിയമം കയ്യിലെടുക്കാൻ ഭയമുള്ളതുകൊണ്ട് അവർ പരസ്യമായി ജാതി പറയുന്നില്ല. പക്ഷേ കുട്ടികളെ അയക്കാതെയും ഭക്ഷണ സാധനങ്ങൾ ബഹിഷ്കരിച്ചും തങ്ങളുടെ വിവേചനം അവർ നടപ്പിലാക്കുന്നു. ഇത് കേവലം ഒഡീഷയിലെ ഒരു ഗ്രാമത്തിലെ പ്രശ്നമല്ല. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും നിലനിൽക്കുന്ന ഐത്തത്തിന്റെയും ജാതിയുടെയും ക്രൂരമായ മുഖമാണിത്. ഒരു പാവപ്പെട്ട സ്ത്രീ തൻ്റെ ഉപജീവനത്തിനായി കണ്ടെത്തിയ ജോലിയെപ്പോലും ജാതിയുടെ പേരിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യത്വത്തിന് നിരക്കാത്തതാണ്. വിദ്യാഭ്യാസവും വികസനവും വന്നെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും മനുഷ്യന്റെ മനസ്സിലെ ഈ ജാതി വിഷം മാറാൻ ഇനി എത്ര കാലമെടുക്കും? കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പോലും ചെറുപ്പത്തിലെ ജാതിയുടെ മതിൽക്കെട്ട് പണിതുയർത്തുകയാണ് ആ നാട്ടിലെ ജനങ്ങൾ. ഓർക്കണം, ഇന്നലെയാണ് നമ്മൾ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമം ജാതിരഹിത ഗ്രാമമായി പ്രഖ്യാപിച്ചതിന്റെ വാർത്തയറിഞ്ഞത്. നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു മാതൃകയായിരുന്നു ആ ഗ്രാമം. അതേ ഇന്ത്യയിൽ തന്നെയാണ് ഒഡീഷയിലെ ഈ ഗ്രാമത്തിന്റെ വാർത്തയും വരുന്നത്.